ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന യുദ്ധം ഇന്ന് ആ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പശ്ചിമേഷ്യയിൽ കത്തുന്ന ഓരോ യുദ്ധ പ്രതിസന്ധിയും അയൽരാജ്യങ്ങളുടെ ആഭ്യന്തര ഭദ്രതയെപ്പോലും തകിടം മറിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ദയനീയമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണെന്ന് പാകിസ്ഥാൻ. വിദേശ നാണയ ശേഖരത്തിൻ്റെ കുറവും ആഭ്യന്തര രാഷ്ട്രീയ അസ്ഥിരതയും മൂലം നേരത്തെ തന്നെ തളർന്നുപോയ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നിലവിലെ യുദ്ധം പൂർണ്ണമായ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാജ്യങ്ങൾക്കാണ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ കടുത്ത പ്രഹരമേൽപ്പിക്കുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ വൈദ്യുതി ഉൽപ്പാദനത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി പ്രകൃതിവാതകത്തെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ യുദ്ധം കാരണം സമുദ്രപാതകൾ തടസ്സപ്പെട്ടതോടെ ഇറക്കുമതി നിലച്ചു. ഇത് രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർത്തു. സാധാരണ നിലയിൽ ഒരു ആഗോള പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പണപ്പെരുപ്പമാണ് സാധാരണ ജനങ്ങളെ ബാധിക്കാറുള്ളതെങ്കിൽ പാകിസ്ഥാനിൽ അത് അതിജീവനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ പോലും ബാധിച്ചിരിക്കുന്നു. പ്രകൃതിവാതകത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനം നിലയ്ക്കുകയും മണിക്കൂറുകൾ നീളുന്ന ലോഡ് ഷെഡിലേക്ക് രാജ്യം മാറുകയും ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഉയർന്ന വില നൽകി ഇന്ധനം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് പാകിസ്ഥാന് ഇല്ല. വിദേശ നാണയ ശേഖരം പരിമിതമായത് സ്പോട്ട് മാർക്കറ്റിൽ നിന്നുള്ള പർച്ചേസിംഗിന് തടസ്സമാകുന്നു. ഒരു വശത്ത് സ്വന്തം രാജ്യം ഇരുട്ടിലാകുമ്പോൾ മറുവശത്ത് സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും ഈ പ്രതിസന്ധിയിൽ ചർച്ചയാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണവാതക വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നുപോകുന്നത് എന്നതിനാൽ ഇവിടുത്തെ ചെറിയ തടസ്സം പോലും ലോകരാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ബാധിക്കുന്നു. പാകിസ്ഥാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ പ്രധാന ഇന്ധന സ്രോതസ്സായ LPG ഇറക്കുമതി ഈ പ്രതിസന്ധി മൂലം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാകിസ്ഥാൻ തങ്ങളുടെ ആവശ്യത്തിനുള്ള LNGയുടെ 99% ഖത്തർ, UAE എന്നിവിടങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. എന്നാൽ ഖത്തറിലെ പ്ലാന്റിന് നേരെയുണ്ടായ ആക്രമണവും കടലിടുക്കിലെ ഗതാഗത തടസ്സവും കാരണം ഇറക്കുമതി നിലച്ചു. പാകിസ്ഥാന്റെ മൊത്ത വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ 21% LNG ഉപയോഗിച്ചാണ്. ഇറക്കുമതി സ്തംഭിച്ചതോടെ രാജ്യത്തെ ഊർജ്ജ വിതരണ ശൃംഖല തകരുകയും മണിക്കൂറുകൾ നീളുന്ന ലോഡ് ഷെഡിങ്ങിലേക്ക് നയിക്കുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കം അതീവ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായത് ചരക്ക് കപ്പലുകൾ മേഖലയിൽ നിന്ന് പിന്തിരിയാൻ കാരണമായി. കടുത്ത വെടിവെപ്പിനിടയിലും ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നത് ശ്രദ്ധേയമായെങ്കിലും ഭൂരിഭാഗം ടാങ്കറുകളും സുരക്ഷാ ഭീഷണിയെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയോ റൂട്ട് മാറ്റുകയോ ചെയ്തു. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ദീർഘകാല കരാറുകൾ തടസ്സപ്പെടുമ്പോൾ സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു. എന്നാൽ സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. പാകിസ്ഥാൻ നിലവിൽ നേരിടുന്നത് കേവലം ഒരു ഊർജ്ജ പ്രതിസന്ധി മാത്രമല്ല, മറിച്ച് വർഷങ്ങളായുള്ള തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും നയതന്ത്രപരമായ പാളിച്ചകളുടെയും പരിണിത ഫലമാണ്. അന്താരാഷ്ട്ര തലത്തിൽ മധ്യസ്ഥനാകാൻ ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭരണകൂടം. പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറ ഇന്ന് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഖത്തറുമായുള്ള ദീർഘകാല കരാറുകൾ തടസ്സപ്പെട്ടപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഇന്ധനം വാങ്ങാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. എന്നാൽ വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിഞ്ഞതിനാൽ ഇതിനാവശ്യമായ തുക നൽകാൻ രാജ്യത്തിന് കഴിഞ്ഞില്ല. IMF ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള വായ്പകളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന രാജ്യത്തിന് യുദ്ധം മൂലം വർദ്ധിച്ച ഇന്ധനവില താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഇത് രാജ്യത്തെ വൻതോതിലുള്ള സാമ്പത്തിക പാപ്പരത്വത്തിലേക്ക് നയിച്ചു. രാജ്യാന്തര തലത്തിൽ ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ നീക്കങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ദുരവസ്ഥ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളായാണ് ലോകം വിലയിരുത്തുന്നത്. സ്വന്തം ജനത 14 മണിക്കൂർ ലോഡ് ഷെഡിങ്ങിനും പാചകവാതകമില്ലാതെ പട്ടിണിയിലും ഇരിക്കുമ്പോൾ ഈ മധ്യസ്ഥ ശ്രമങ്ങളെ നയതന്ത്ര വിദഗ്ധർ ഗൗരവത്തോടെ കാണുന്നില്ല. ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പകരം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പാകിസ്ഥാന്റെ ഒറ്റപ്പെടൽ വർദ്ധിപ്പിച്ചു. വൈദ്യുതിയും ഗ്യാസുമില്ലാത്തതിനാൽ പാകിസ്ഥാനിലെ വ്യാവസായിക ഉൽപ്പാദനം നിലച്ചിരിക്കുകയാണ്. ഫാക്ടറികൾക്ക് പ്രതിദിനം 8 മണിക്കൂർ വരെ പ്രവർത്തനം നിർത്തേണ്ടി വരുന്നത് കയറ്റുമതി വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. ഇത് വീണ്ടും വിദേശ നാണയ പ്രതിസന്ധി രൂക്ഷമാക്കുന്നൊരു വിഷമവൃത്തമായി. പാകിസ്ഥാൻ നിലവിൽ നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഒരു വശത്ത് സ്വന്തം രാജ്യം ഇരുട്ടിലാകുമ്പോൾ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ മധ്യസ്ഥ നയതന്ത്ര നീക്കങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആഭ്യന്തരമായി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഉടനടി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് വലിയൊരു ആഭ്യന്തര ലഹളയിലേക്ക് നയിച്ചേക്കാം. അന്താരാഷ്ട്ര സഹായവും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ പാകിസ്ഥാന് ഈ ഗർത്തത്തിൽ നിന്ന് കരകയറാൻ സാധിക്കൂ.